അഡ്വക്കേറ്റ് സേനാപതി വേണു, യുവരാജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ബംഗ്ലാദേശ് ജനത അവിടുത്തെ ഹിന്ദുക്കൾക്ക് എതിരല്ല. അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നവർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണ്. ഇസ്ലാം ഭീകരർ ആണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് സോണിയ ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് രാഹുൽ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് പ്രിയങ്ക ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല? നിങ്ങൾ ആ സമ്പൽ വിഷയം ഉയർത്തി കാണിച്ച് എത്ര ദിവസമാണ് പാർലമെൻറ്റ് സ്തംഭിപ്പിച്ചത്? എന്തുകൊണ്ട് ഈ ഹിന്ദു വംശഹത്യക്കെതിരെ പാർലമെൻറ്റിൽ ഒരക്ഷരം മിണ്ടിയില്ല? അറിയാൻ ആഗ്രഹമുണ്ട്. നമ്പ്യാരെ ഒരുപക്ഷെ നമ്പ്യാരത് കേൾക്കാത്ത അല്ലെങ്കിൽ കേട്ടില്ല എന്നുകൊണ്ടാണ്. കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഈ ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങളെ കുറിച്ച് എത്രയോ പ്രാവശ്യം അവർ പ്രമേയത്തിലും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് എത്രയോ പ്രാവശ്യം കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും നേതാക്കളും വർക്കിംഗ് കമ്മിറ്റിയിലും എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചോ? അല്ല, പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സംസാരിക്കാൻ കോൺഗ്രസ് ചുമതലപ്പെടുത്തിയ ബഹുമാന്യായ തിരുവനന്തപുരം MP ശ്രീ ശശി തരൂര് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കോൺഗ്രസിന്റെ നിലപാടുകൾ ഈ കാര്യത്തിൽ പറയുകയും അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അതോടൊപ്പം ബംഗ്ലാദേശിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ന്യൂനപക്ഷ വേട്ട അത് അത്യന്തം ഭയാനകമാണെന്നും അത് അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികൾക്കും സമ്പൂർണമായ പിന്തുണയും കൊടുക്കുമെന്ന് പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി. അപ്പോ ഈ കാര്യത്തിൽ ഇന്ത്യയിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം വളരെ സുതാര്യമായ നിഷ്പക്ഷമായ നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആ കാര്യത്തിൽ പിന്തുണ കൊടുക്കുമെന്ന് എല്ലാ ഘട്ടങ്ങളിലും കഴിഞ്ഞ ആഗസ്റ്റ് മാസം 6-ാം തീയതി മുതൽ. പിന്തുണ കൊടുത്തോ? എങ്ങനെ? ഹമാസിന് നിങ്ങൾ കൊടുത്ത പിന്തുണ നമ്മള് ഈ വിഷയത്തിൽ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലിബിയ, സിറിയ, എത്യോപ്യ, ലോകത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ ഇപ്പൊ വംശീയ കലാപങ്ങളും വംശീയ ഹത്യകളും. ഇന്നിപ്പോ നമ്മൾ ഈ ചാനൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സിറിയയിലെയാണെന്ന് തോന്നുന്നു, അത് ലിബിയയിലോ, രണ്ട് വംശങ്ങൾ തമ്മിലുള്ള വംശീയ കലാപത്തിന്റെ വാർത്ത മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ വിഷയത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമായി. പിന്നെ എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ശ്രീ യുവരാജ് ഗോകുൽ പറഞ്ഞതിൽ അദ്ദേഹം ഞാൻ പറഞ്ഞതിനെ തെറ്റിദ്ധരിച്ചു. ഒരു യുദ്ധത്തെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു വൻശക്തി അതിന്റെ ലോകരാഷ്ട്രങ്ങളിലുള്ള നമ്മുടെ ശക്തിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദ തന്ത്രത്തിലൂടെ, ഇറ്റ് ഈസ് നോട്ട് എ വാർ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, $15 ബില്യൺ വികസന പ്രവർത്തനങ്ങൾ അതിപ്പോഴും നമ്മൾ പണം മുടക്കിക്കൊണ്ടിരിക്കുന്നു. 25% വൈദ്യുതിയും ബംഗ്ലാദേശിലേക്ക് കൊടുക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ബംഗ്ലാദേശിന് ആവശ്യമായ വെള്ളം എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 60%, സബ്ജക്ട് ടു കറക്ഷൻ, അത് ഇന്ത്യയിൽ നിന്ന് ഒഴുകുന്ന നദികളിൽ നിന്നാണ്. ഈ അന്താരാഷ്ട്ര നദീജല കരാർ വഴി അവർക്ക് നമ്മൾ ഈ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ ബംഗ്ലാദേശിനെ സമ്മർദ്ദത്തിലാക്കാൻ നമുക്ക് കഴിയും. അത് തന്നെയാണ് ശ്രീ പ്രഭു ചൗള ചൂണ്ടിക്കാണിച്ചത്. അല്ല, യുദ്ധത്തിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് അവിടെ യുദ്ധമല്ലല്ലോ പ്രശ്നം. പിന്നെ രണ്ടാമത് അങ്ങ് പറഞ്ഞ കാര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു. ബംഗ്ലാദേശിലെ ജനത അവര് ഇന്ത്യക്കെതിരല്ല. ഈ ചില വിധ്വംസക ശക്തികൾ അല്ലെങ്കിൽ രാജ്യത്തുടനീളം അല്ലെ ലോകത്തിലുടനീളം ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ചില ശക്തികൾ, അവരുടെ പ്രേരണ. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാകിസ്ഥാൻ ഭൂട്ടോ ഒരിക്കൽ പറഞ്ഞത് 1000 കൊല്ലം ഞങ്ങൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ വിഭജിക്കുമ്പോൾ പോയിട്ട് ഇപ്പൊ 75-78 കൊല്ലമായിട്ടുള്ളൂ. അപ്പോ ഈ ബംഗ്ലാദേശിന്റെ ലിബറേഷനും കൂടെ കഴിഞ്ഞതിന് ശേഷമുള്ള സുൽഫിക്കർ അലി ഭൂട്ടോയുടെ അദ്ദേഹത്തിന്റെ പ്രസ്താവന വരുന്ന 1000 കൊല്ലം ഇന്ത്യക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്നുള്ളതാണ്. അപ്പോ അവരവരുടെ തീവ്രവാദ അവരുടെ രഹസ്യാന്വേഷണ ഏജൻസി, ഇന്റർ സർവീസ് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ ലോകത്ത് വളർന്നു വന്നിരിക്കുന്ന ഈ ISI ഈ സംഘടനകളും അതിന്റെ ആശയങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ സൈന്യത്തിന്റെ ഇടയിൽ നുഴഞ്ഞു കയറിക്കൊണ്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രവർത്തനത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ആ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോഴും ജനറൽ ഖാലിദ സിയയോട്
എന്താ പറഞ്ഞ ആഭിമുഖ്യം പുലർത്തുന്ന ഷെയ്ഖ് ഹസീനയോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു സൈനിക മേധാവി, അദ്ദേഹത്തിന്റെ പേര് വഖാറുസുമാൻ ആണ്. അദ്ദേഹം ഇപ്പോഴും അവിടുത്തെ സൈന്യത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സൈന്യം ഈ ഇത്തരത്തിലുള്ള നടപടികളെ അടിച്ചമർത്തുന്നതിനുള്ള മുൻകരുതലുകൾ എടുക്കും എന്നാണ് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നത്. കാരണം നമ്മൾ ഈ കാര്യത്തിൽ ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലൂടെ മാത്രമേ ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്, അവിടെ ഈ ഹസീനയുടെ പാർട്ടി അവാമി ലീഗിനെയും അവാമി ലീഗിന്റെ നേതാക്കളെയും ഒക്കെ വളരെ മൃഗീയമായ രീതിയിൽ, കാരണം ധാക്ക പട്ടണത്തിലെ 26 നിലയുള്ള ഒരു ഹോട്ടല്, അത് അവാമി ലീഗിന്റെ നേതാവിന്റെ ഒരു ഹോട്ടലായിരുന്നു. ആ ഹോട്ടൽ സമുച്ചയം തന്നെ കത്തിച്ചത്, അവരുടെ നിരവധി നേതാക്കളെ ആക്രമിച്ചത്, കൊലപ്പെടുത്തിയത്, അതെല്ലാം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അവരിൽ ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏകപക്ഷീയമായി ഇപ്പൊ ഇവിടെ ഈ എന്താ പറഞ്ഞ നമ്മുടെ ഈ സംഘടന ഇസ്കോണിന് നേരെ ഫേസ്ബുക്ക് നോക്കുകയായിരുന്നു. സമീപകാലത്തും അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത് കണ്ടില്ല കേട്ടോ. ആ സമ്പൽ വിഷയത്തെ പ്രതികരിച്ചിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് നീണ്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അല്ല, ബംഗ്ലാദേശ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശ് വിഷയത്തിലും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കും കൃത്യമായി അദ്ദേഹം ഉത്തരം കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കൃത്യമായ ഉത്തരം കൊടുത്തു, ക്യാമറ തല്ലിപ്പൊളിച്ചുണ്ട്. അതൊക്കെ നിങ്ങളുടെ അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം അല്ല. ഞാൻ വ്യാഖ്യാനമാണോ ശ്രീ സേനാപതി വേണു? വ്യാഖ്യാനമാണെങ്കിൽ പിന്നെ എന്തിനാ സാംബിട്രോടെ മാപ്പ് പറയുന്ന സാഹചര്യം ഉണ്ടായത്? അല്ല, അത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് സാർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് രോഹിത് ശർമ്മ ചോദിച്ച ചോദ്യം ബംഗ്ലാദേശ് ഹിന്ദു കൂട്ടക്കൊലയെ കുറിച്ചിട്ട് രാഹുൽ ഗാന്ധി സംസാരിക്കുമോ എന്നായിരുന്നു. അതിനാണ് കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തെ ആക്രമിച്ചത്, അദ്ദേഹത്തിന്റെ ക്യാമറ തല്ലി പൊളിച്ചത്. അല്ല ഞാൻ ചോദിക്കുന്ന പിന്നെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചാൽ പോലെ, സാമ്പത്രോടെ അല്ലല്ലോ ചോദിക്കുന്നത്. സാമ്പിട്രോടെയാണല്ലോ അവിടെ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത്. സാമ്പിട്രോടെയോട് ചോദിക്കാൻ പാടില്ല. രാഹുൽ ഗാന്ധിയുടെ അഡ്വൈസറായ സാമ്പിട്രോടെയോട് ചോദിക്കുമ്പോൾ മറുപടി പറയാമല്ലോ. മറുപടി പറയുന്നതിന് പകരം കോൺഗ്രസ് പ്രവർത്തകര് ചോദ്യം ചോദിച്ച ആളെ കയ്യേറ്റം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞത്, രാഹുൽ ഗാന്ധി എന്ത് പ്രസംഗിക്കണം എന്ത് പ്രസംഗിക്കരുത് എന്നൊന്നും തീരുമാനിക്കുന്നത് സാമ്പത്രോദയല്ല. അത് രാഹുൽ ഗാന്ധിയുടെ വ്യക്തിപരമായ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗം എഴുതി കൊടുക്കുന്ന PR ഏജൻസിയുടെ പണിയായിരിക്കും അല്ലേ? PR ഏജൻസി എഴുതി കൊടുക്കുന്ന പ്രസംഗങ്ങൾ നടത്തുന്ന പല ആളുകളും ഉണ്ടല്ലോ. വിദേശത്ത് പോയി അവർക്ക് പേപ്പർ തെറ്റിപ്പോകുന്നതും പ്രസംഗിക്കേണ്ടത് എന്താണെന്ന് മാറിപ്പോകുന്നതും ഒക്കെ. പേപ്പർ മാറിപ്പോകുന്നതും പ്രസംഗം തെറ്റിപ്പോകുന്നതും ഒക്കെ സ്വാഭാവികമാണ്. ഏത് ചോദ്യത്തിനും ഒരേ ഉത്തരം പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്ത് ചോദിച്ചാലും ഒരേ ഉത്തരം തന്നെ പറയുന്ന ആൾക്കാരും. അല്ല, ഏത് ചോദ്യത്തിനാണ് അർണബ് ഗോസ്വാമി നടത്തിയ ഒരു ഇന്റർവ്യൂ എനിക്ക് ഓർമ്മയുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് എല്ലാ ചോദ്യത്തിനും ഒരേ ഉത്തരം. യുവരാജ് ചോദ്യത്തിന് ഉത്തരവേലും പറയുന്നുണ്ടല്ലോ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യത്തിന് ഉത്തരം പോലും ഇല്ലാത്ത ചില ആളുകളുണ്ടല്ലോ. അല്ല, ചോദ്യം ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് ഉത്തരം ഉണ്ടല്ലോ. ഏത് ചോദ്യത്തിലാണ് ഉത്തരം പറയാതെ പോയത്? അല്ലാണ്ട് ഏത് ചോദ്യം ചോദിച്ചാലും ഒരേ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നതേ അതിലേക്ക് നമുക്ക് വരാം. അല്ല, ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ആളുകള് അതുണ്ടല്ലോ. ചോദിക്കാൻ അനുവദിക്കാത്ത ഏതാളുള്ള? എനിക്കറിയില്ല അങ്ങനെ ഒരാളെ. ചോദ്യം ചോദിക്കാൻ അനുവദിക്കാത്ത ഏതാളാ ഉള്ള സാർ? അല്ല, യുവരാജ്, ചില നേതാക്കൾ ചോദ്യമൊന്നും അനുവദിക്കുന്നില്ലല്ലോ. അവർ റേഡിയോയിൽ അങ്ങോട്ട് പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ, ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലോ. അങ്ങേക്ക് ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ ആരാന്ന്? അല്ല, നമ്മുടെ വിഷയം ഇപ്പോൾ അതല്ലാത്തത് കൊണ്ട് ഞാൻ ആ തർക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്നവർ അവർ പഴയ ഭരണകക്ഷിയുടെ ആളുകളും അതോടൊപ്പം തന്നെ അവിടുത്തെ ന്യൂനപക്ഷത്തിന്റെ ആളുകളും ഒക്കെ ഒരേ രീതിയിൽ അവർ ആക്രമിക്കപ്പെടുന്നു. അവിടുത്തെ ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാഷ്ട്രത്തിൽ പൊളിറ്റിക്കൽ അസൈലം തേടിയിരിക്കുന്നത്. അപ്പോ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഏതായാലും ഈ കാര്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷം അപ്പുറത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് നേരെ നടക്കുന്ന അക്രമത്തെ അതിശക്തമായി അപലപിച്ചിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ആ കാര്യത്തിലാണ് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി പറഞ്ഞത്, ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിന്തുണയുണ്ടാകും എന്നുള്ള കാര്യം വളരെ സുവ്യക്തമായി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ആ കാര്യം അഭിപ്രായത്തിലൂടെ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്.